പക്ഷെ ഇത് എങ്ങനെ നിന്ന് തിരിയുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം അത് തിരിയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ. ഓക്കെ ഉണ്ടാ, നമ്മളിപ്പോൾ ഉള്ളത് സ്റ്റോബീസ് മോട്ടോഴ്സിലാണ്. ഇവിടെ ഒരുപാട് പ്രീമിയം കാറുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഫെറാറി ഉണ്ട്, ലംബോർഗിനി ഉണ്ട്, ബെന്റ്ലി ഉണ്ട്, ബ്രാബസ് ഉണ്ട്, മെർസിഡീസ് ഉണ്ട്. അതിനിടയിൽ ഞാൻ കണ്ട രസകരമായിട്ടുള്ള ഒരു കളർ ടോണോടുകൂടി വന്നിട്ടുള്ള ഒരു കൺവേർട്ടബിൾ മോഡലിനെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതാണ് ബെന്റ്ലി കോണ്ടിനെൻ്റൽ GTC എന്ന് വിശേഷിപ്പിക്കുന്നത് ബെന്റ്ലി കോണ്ടിനെൻ്റൽ GTയുടെ കൺവേർട്ടബിൾ മോഡൽ ആയതുകൊണ്ടാണ് ഇതിനെ ഷോർട്ടായിട്ട് നമ്മൾ GTC എന്നൊക്കെ വിളിക്കാറുണ്ട്. ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ പരിചയപ്പെടാം ഇന്നത്തെ വീഡിയോയിലൂടെ. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീഡിയോയിലേക്ക് വിശദമായി പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മളെ ഇൻവോൾവ് വണ്ണിനെ ഒന്ന് പരിചയപ്പെടാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഞ്ച് വുഡ് എന്ന് പറയുന്നൊരു ഫ്രാഗ്രൻ്റ് ആണ്. ഇൻവോൾവ് വണ്ണിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 3 വുഡൻ ബ്രിക്കുകളാണ് സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലീക്ക് ആവില്ല. ഇതിൻ്റെ സൈസ് നമുക്കൊരു കപ്പ് ഹോൾഡറിനകത്ത് വെക്കാൻ പറ്റും. 300 രൂപയ്ക്ക് കിട്ടും. 3 മാസക്കാലയോളം ഇത് ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് ആളുകൾ ഉപയോഗിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. മസ്കാണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം ഫ്രഞ്ച് വുഡ് വാങ്ങാത്ത ആളുകൾ ഒന്ന് ഫ്രഞ്ച് വുഡ് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. നല്ല രസകരമായിട്ടുള്ള സ്മെല്ലാണ്. തലവേദന ഉണ്ടാവില്ല, മൈഗ്രെയിൻ ഉണ്ടാവില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ലിങ്കും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. വാങ്ങിച്ച് ഉപയോഗിച്ച ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ബെന്റ്ലി കോണ്ടിനെൻ്റൽ GT കൺവേർട്ടബിൾ. ഞാൻ പറഞ്ഞ പോലെ തന്നെ GTC എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ബെന്റ്ലിയുടെ എല്ലാ ക്യാരക്ടേഴ്സും ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. വലിയ ഒരു ഗ്രിൽ പാറ്റേൺ ഇവിടെ കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഹെഡ് ലാമ്പാണ്. ഒരു ജുവൽ, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡയമണ്ട് ഷേപ്പിലൊക്കെയാണ് ഇതിൻ്റെ ഹെഡ് ലാമ്പിനെ ഇവർ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി തോന്നുന്നു ഇങ്ങനത്തെ ഒരു ഹെഡ് ലാമ്പ് ഭയങ്കര യുണീക്കാണ്. അത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. 2 ചേമ്പറുകളായിട്ട്, അത് പക്ഷേ 2 സെപ്പറേറ്റ് ലാമ്പുകളായിട്ട് ക്രമീകരിച്ച പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഒഴുക്കൻ മട്ട് അതൊരു ബെന്റ്ലിയുടെ ഒരു DNA ഭാഗമാണെന്ന് പറയാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു റഡാർ സിസ്റ്റം പോലത്തെ ഭാഗമാണ്. അതും അവിടെ നമുക്ക് കാണാൻ കഴിയും. അതൊരു ലാമ്പ് സിസ്റ്റം അല്ല കേട്ടോ. അതുപോലെ പാർക്കിംഗ് സെൻസറുകൾ കാണാം. ഫ്രണ്ട് ക്യാമറ കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ ഇതിനകത്ത് അവൈലബിൾ ആണ്. ബെന്റ്ലിയുടെ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ കാണാം. ഈ ലോഗോയുടെ കാര്യം അതുപോലെ തന്നെ ബെന്റ്ലിയുടെ ചരിത്രം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് സംസാരിച്ചതുകൊണ്ട് അതിനകത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നില്ല. പക്ഷേ ഈ കളറ് ഭയങ്കര യുണീക്കാണ്. അപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് ഒരു ഗോൾഡൻ കളർ എന്ന് തോന്നുമെങ്കിലും ക്യാമൽ ബൈ മൊള്ളിനർ എന്ന് ആണ് ഇതിൻ്റെ കളർ. അതായത് അതൊരു മൊള്ളിനർ എന്ന് പറഞ്ഞ ഒരു പ്രീമിയം സെഗ്മെൻ്റ് ആണെന്നാണ് ഇവർ പറഞ്ഞത്. ആ തരത്തിലാണ് ഇതിനെ ക്രമീകരിച്ചുള്ളത്. ഒരു V8 ആണ്, 4 ലിറ്റർ. അതുകൊണ്ട് തന്നെ ഒരു V8 ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീല് 420 mm ആണ് ഇതിൻ്റെ ഡിസ്ക് ബ്രേക്ക് വരുന്നത്. അതുകൊണ്ട് വലിയ ഡിസ്ക് ബ്രേക്ക് കാണാം. ബാക്കിലേക്ക് വരുന്ന സമയത്ത് 380 ആണ് ഞാൻ കാണിക്കാം. ബെന്റ്ലിയുടെ തന്നെ ബ്രേക്ക് കാലിപ്പേഴ്സ് കാണാം. അതുപോലെ ഒരു യുണീക്ക് വീൽ ഡിസൈൻ കാണാം. അതിനകത്ത് B എന്ന് പറയുന്ന ലോഗോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളോട് നല്ല രസമുണ്ടല്ലേ. ശരിക്കും ആ ഒരു ഓവൽ ഷേപ്പ് അതിനകത്ത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊരു ഫേക്ക് ഡിസൈൻ ഭാഗമാണ്, അതായത് ഒരു ഡിസൈൻ എലമെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ സൈഡ് വ്യൂ മിറർ, അതിനകത്ത് ക്യാമറ യൂണിറ്റ്, ഇൻഡിക്കേറ്റർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബാക്കിലേക്ക് ഞാൻ പറഞ്ഞു 380 mm ആണ് ഡിസ്ക് ബ്രേക്കിൻ്റെ ഇത് വരുന്നത് എന്നുള്ളതാണ്. ഇനി ഇതാണ് ബാക്ക് ഭാഗം. ബാക്ക് ഭാഗം കുറച്ചുകൂടി നീളം കൂടുതലുള്ള പോലെ നമുക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ആ ഒരു ജുവൽ ഷേപ്പ് ടെയിൽ ലാമ്പ് യൂണിറ്റ്. ഇനി ഇത് 2020 മാറ്റം വന്ന സമയത്താട്ടോ ഈ ഒരു ടൈപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. നേരത്തെ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ എക്സോസ്റ്റ് പൈപ്പുകളിലൂടെ കാണാം. ഡ്യുവൽ ടിപ്പാണ്. രണ്ടിനകത്തും 2 എക്സോസ്റ്റുകൾ നമുക്ക് കാണാൻ കഴിയും. രണ്ടിനകത്തും 2 എക്സോസ്റ്റുകളുണ്ട്. പാർക്കിംഗ് സെൻസറുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെന്റ്ലി എന്ന് പറയുന്ന ബാഡ്ജിങ്, അതുപോലെ തന്നെ ലോഗോ. ഈ ലോഗോ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ആക്കാം. പക്ഷേ അതേപോലെ തന്നെ സ്വൈപ്പിംഗ് ഓപ്ഷനും ഇതിനകത്തുണ്ട്. നമുക്ക് ജസ്റ്റ് കിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ യെസ് ഓപ്പണായി. അങ്ങനൊരു ഓപ്ഷനും ഈ വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. ഇതിലൊരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ആവുന്ന ഏരിയ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡോഡ്ജിലൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. ഇത്രയും ഭാഗം മാത്രമേ ഓപ്പൺ ആവുന്നുള്ളൂ. പക്ഷേ അത്യാവശ്യം സൗകര്യമുണ്ട് അകത്തേക്കാണ്. അകത്തേക്ക് നല്ല ലെങ്ത് ഉള്ള പോലെയാണ് ഇതിൻ്റെ ഭാഗം കൊടുത്തുള്ളത്. ഇത് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ സ്പെയർ വീൽ അന്വേഷിച്ച് പോയതാണ്. പക്ഷേ പണിപാളി. ഓട്ടോമാറ്റിക് ഓപ്പൺ ആണ്, ഓട്ടോമാറ്റിക് ക്ലോസിംഗ് ആണ്. ടെയിൽ ഗേറ്റ് അങ്ങനെയാണ് ക്രമീകരിച്ചുള്ളത്. ഇനി ഫ്യൂവൽ ലിഡിൻ്റെ ഭാഗത്ത് രസകരമായിട്ടുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ബെന്റ്ലിയുടെ ലോഗോട് കൂടി വന്നിട്ടുള്ള ഒരു ഫ്യൂവൽ ലിഡാണ്. സാധാരണ പോലെ ഏതെങ്കിലും ഒരു കവറിട്ട് കൊടുത്തേക്കുന്നതല്ല. അതിനകത്തും ഡീറ്റെയിലിംഗ് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നൈസ്. സ്റ്റോപ്പ് ലാമ്പ് ഇവിടെ കാണാം. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കൺവേർട്ടബിൾ ആണ്. 4 സീറ്ററാണ്. റിയർ വീൽ ഡ്രൈവാണ്. അഡാപ്റ്റീവ് ഡാമ്പേഴ്സും ആൻറ്റി റോൾ ബാർ സിസ്റ്റവും കൊടുത്തിട്ടുള്ള ഡ്രൈവിംഗ് ആണ് ഈ വാഹനത്തിനകത്ത്. അത് പറയുന്ന സമയത്ത് ശരിക്കും ഡ്രൈവ് ചെയ്യണം. പക്ഷേ ഇപ്പോൾ നമുക്കിത് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ വാഹനത്തിനകത്ത് യാത്ര ചെയ്യുന്ന ആളുകളെ എന്തുകൊണ്ടും പെർഫെക്റ്റ്ലി ബാലൻസ് ചെയ്ത് നിർത്തണം എന്നുള്ളത് ബെന്റ്ലിയുടെ ഒരു അത്യാവശ്യമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബെന്റ്ലി കോണ്ടിനെൻ്റലിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, റോൾസ് റോയ്സിനേക്കാളും ആഡംബരം ഒരു പക്ഷേ ബെന്റ്ലിക്കകത്തുണ്ട് എന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ലെതർ ഫിൽഡാണ് ഈ വാഹനം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അകത്തേക്ക് വരുന്ന സമയത്ത് കാണിക്കാം. ഇനി ഡോർ ഹാൻഡിൽ വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് ഓപ്പൺ ആക്കുന്ന തരത്തിലാണ് ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ടോ.
മുകളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഇതാക്കുന്ന പോലത്തെ വളരെ സോഫ്റ്റ്ലി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. ഫ്രെയിംലെസ് ഡോറുകളാണ്, സിംഗിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതെല്ലാം ലെതറാണ്. അതുപോലെ തന്നെ ഇതൊരു പിയാനോ ബ്ലാക്ക് എലമെൻ്റാണ്. ഇൻറ്റീരിയറിലേക്ക് നോക്കുന്ന സമയത്ത് വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡി കളർ ഈ ബ്ലാക്കിലേക്ക് വരുന്ന സമയത്ത് നല്ല രസമുണ്ട്. ആ ഒരു ക്യാമൽ തീംഡ് കളർ, സീറ്റ് ബെൽറ്റ് ഒക്കെ അങ്ങനെ ആണെങ്കിലും നല്ല അല്ലേ, അടിപൊളി. ആ ബെൻലിയുടെ ലോഗോ കൊടുത്ത് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിച്ചിങ് ഒക്കെ നോക്കിയാൽ നമ്മൾ റെഡിനെ ഭയങ്കര രസമായിട്ട് പറയാറുണ്ട്, പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇത് രസമായിട്ട് തോന്നി എന്നുള്ളതാണ്. അതിവിടെയും നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. ഇത് ലെതറാണ്, ഇതൊരു പാറ്റേൺഡ് ലെതറാണ്. പവർ വിൻഡോ കൺട്രോൾസും കാര്യങ്ങളും അതൊക്കെ ഒരു ക്രോം ടച്ചിൽ കൊടുത്ത് നല്ല ഭംഗിയുണ്ട്. ഡോർ ഹാൻഡിൽ ഒരു ക്രോം ടച്ചിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു AC വെൻറ്റിൻ്റെ ഭാഗം കാണാം. അതുപോലെ തന്നെ ബൂട്ട് ഓപ്പണിംഗ് കൺട്രോൾ, അതുപോലെ തന്നെ മെമ്മറി ഫംഗ്ഷൻസൊക്കെ ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് ക്രമീകരിച്ചുള്ളത്. മ്യൂസിക് സിസ്റ്റം നൈം എന്ന് പറയുന്ന കമ്പനിയുടെ മ്യൂസിക് സിസ്റ്റമാണ്. ബെൻലി എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് സീറ്റ്, അടിപൊളി സീറ്റുകൾ കേട്ടോ. അത്യാവശ്യം നല്ല കുഷ്യൻ, കാണുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു പ്രീമിയം ഫീൽ ചെയ്യുന്ന അതായത് ഒരു റിച്ച് ഫീൽ ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു കാര്യം കണ്ടോ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് നമുക്ക് മുന്നിലേക്കും ബാക്കിലേക്കും ഫോൾഡ് ചെയ്യാം. അതായത് ബാക്കിലേക്ക് ആളുകൾക്ക് കയറാൻ വേണ്ടിയിട്ട്. ശരിക്കും ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിൽ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം സംശയമാണ്. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാൽ നോക്കാം, ഞാനിതിനകത്തേക്ക് ഒന്ന് കയറി നോക്കുന്നതാണ്. ഈ ഒരു ഭാഗത ഇത് ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലേക്ക് നിങ്ങൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് കയറാം. എനിക്കങ്ങനെ കയറുന്ന കാര്യത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല, കാര്യം നമുക്ക് കയറി നിൽക്കാൻ പറ്റുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം ഇവിടെ റൂഫില്ലല്ലോ. യെസ്, ബാക്കിലിരിക്കാൻ കഴിയില്ല കേട്ടോ, എനിക്കിരിക്കാൻ കഴിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ അത്ര നീളമില്ലാത്ത ഒരാൾക്കിരിക്കാം. പക്ഷേ എനിക്ക് ഇരിക്കുക എപ്പോൾ എന്നറിയാം, ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒപ്പം പോകുന്ന സമയത്ത് കുറച്ച് നേരം ഇരിക്കണം. ഒരു 10-15 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. ഓക്കെയാണ്, അതായത് ഇരിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ഒന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സീറ്റ് സ്ട്രെയിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരം ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയൊരു അസ്വസ്ഥതയൊക്കെ വരും. പക്ഷേ യൂട്ടിലിറ്റിയുടെ കാര്യത്തിലൊക്കെ പരിഗണിച്ചിട്ടുണ്ട്. ട്യൂട്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പവർ വിൻഡോ കൺട്രോളിൻ്റെ ഭാഗം, അതായത് ഈ ഭാഗത്ത് ഒരു പവർ വിൻഡോ ഉണ്ട്, അതായത് ക്വാർട്ടർ ഗ്ലാസ്, അത് നമുക്ക് പൊക്കാനും താഴ്ത്താനും പറ്റും. അതുപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഭാഗം കാണാം, ലെതർ സീറ്റുകളാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു 2 കപ്പ് ഹോൾഡറുകൾ, അതുപോലെ തന്നെ പവർ സോക്കറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കിലിരിക്കുന്ന ആളുകളെയും പരിഗണിക്കാതിരുന്നിട്ടില്ല. പിന്നെ AC വെൻറ്റിൻ്റെ ആവശ്യമൊന്നും ശരിക്കില്ലല്ലോ. ഇനി ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്തിട്ട് പുറത്തിറങ്ങാം, വേറൊരാളുടെയും സഹായം നമുക്ക് വേണ്ട. ഈ ഡ്രൈവർ നമ്മൾ ഇറക്കാതെ പോയി കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല, നമുക്ക് ഇതേപോലെ ആക്കി ഇവിടെ തന്നെ ഫ്രണ്ടിലേക്കാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. മറ്റൊരു കാര്യം, ഇതാണ് ഡ്രൈവറുടെ സീറ്റ് ബെൽറ്റ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇതിലൂടെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ തടസ്സം പാടില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെയാണ് ക്രമീകരിച്ചുള്ളത്. ഇനി ഈ വാഹനത്തിനകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഭാഗം മാത്രം പുറത്തേക്ക് തള്ളി വന്ന് ഡ്രൈവർക്ക് കറക്റ്റായിട്ട് പാകത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഇനി ഒരു കാര്യത്തിൽ ഇത് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ടല്ലേ, നമ്മൾ മെമ്മറി അഡ്ജസ്റ്റ് ചെയ്തതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വന്ന് ലോക്കാവും. അതായത് കാണിക്കാം, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റിവേഴ്സ് വരുന്നു. നൈസ്. കാരണം അത് അങ്ങനെ വരാനുള്ളൊരു പർപ്പസാണെന്ന് ബെൻലിക്ക് അറിയാം, അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ക്രോം കൊടുത്തതൊക്കെ ശരിക്കും ആ ഒരു റിച്ച്നെസ്സിനെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സൂപ്പർ. ആ ഒരു കളർ ടോൺ അടിപൊളി, ഒരു രക്ഷയില്ല. ഇനി നമ്മൾ അകത്തേക്ക് വരുന്ന സമയത്ത് അതിന് മുമ്പ് 2 കാര്യങ്ങൾ കാണിക്കാം. ഇവിടെ നമുക്കൊരു ബാഡ്ജിങ് ഉണ്ട്, ഹാൻഡ് ക്രാഫ്റ്റഡ് ബൈ ബെൻലി മോട്ടോഴ്സ് ലിമിറ്റഡ് എന്നുണ്ട്. അപ്പോൾ തന്നെ ഈ ഒരു ബെൻലി ഇതാ സില്ലിൻ്റെ ഭാഗത്തുള്ള ഇത് ഇല്ലുമിനേറ്റഡ് ആണ് കേട്ടോ, ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ നമുക്ക് വെൽക്കം ലാമ്പ് പോലെ ഒരു ബെൻലിയുടെ ലോഗോയും കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ഡീറ്റെയിലിങ്ങിൻ്റെ ഭാഗം. ഇനി അകത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും രസകരമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിനകത്തുള്ള ക്രോം റിച്ചാണ്. അതായത് എല്ലാം ഒരു ക്രോം ടച്ചിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. ഈച്ച് ആൻഡ് എവരി ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു ക്രോം ഫിനിഷ് കാണാം. ഏത് ബട്ടൺ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാലും. സ്റ്റിയറിംഗ് വീല്, അതിനകത്ത് ബെൻലിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ഹീറ്റ് കൺട്രോൾ, അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ, അതൊക്കെ ഉണ്ട് ഒരു ക്രോം ടച്ചിലാണ് കൊടുത്തിട്ടുള്ളത്. സറൗണ്ടഡ് ബൈ ക്രോം, ഇവിടെ ക്രോം, ഇവിടെ ക്രോം. അതുപോലെ തന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സ് ക്രോമാണ്. ഇൻഡിക്കേറ്റർ അതിൻ്റെ തുമ്പും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ക്രോം, ഇവിടെ ക്രോം, താഴെ നമ്മുടെ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺ ക്രോം. അതേപോലെ തന്നെ ലെതറുകൾ എല്ലായിടത്തും ലെതറാണ്. ഇതിനകത്ത് പ്ലാസ്റ്റിക് ഭാഗങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിതുവരെ നോക്കിയിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഇനി കാണുകയാണെങ്കിൽ ഞാൻ പറയാം, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം സാധാരണ അതിൽ സ്റ്റിയറിംഗ് വീലിനകത്ത് ചില വാഹനങ്ങളിനകത്ത് പ്ലാസ്റ്റിക് കൊടുക്കാറുണ്ട് ഈ ഒരു ഭാഗത്ത്. ഇവിടെ അവിടെയും ലെതർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ലെതറാണ്. യെസ്, ഇവിടെ കുറച്ച് പ്ലാസ്റ്റിക് ഉണ്ട് കേട്ടോ. അതായത് ഇതിൻ്റെ ഭാഗത്ത് മാത്രം ഒരു പ്ലാസ്റ്റിക് ഉണ്ട്, ബാക്കി എല്ലാം ലെതറിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതൊക്കെ ലെതർ മെറ്റീരിയലാണ്. ഓക്കെ, ഒക്കെ ലെതർ, എല്ലാം ലെതർ. ആ ഒരു ഫിനിഷിങ് ഒന്നും പറയാനില്ല. ഇതൊരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ഞാൻ കാണിക്കാം. നോക്കിയാൽ
യെസ്, ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, അടിപൊളി. അതിനകത്ത് നമുക്ക് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞുള്ള കാര്യങ്ങൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ അതൊരു ഡിസൈൻ പാറ്റേൺ ഡിഫറൻസ് ആണെന്നുള്ളതാണ്. വേറൊരു കാര്യം ഇവിടെയാണ്, ഇതൊരു ഫുള്ളി പിയാനോ ബ്ലാക്ക് എലമെൻ്റ് ആണ്. അതിനകത്താണ് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുള്ളത്. ഈ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം എങ്ങനെയാണ് ആക്റ്റീവ് ആവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഹൈലൈറ്റാണ്. ഞാൻ കാണിക്കാം. ജസ്റ്റ് നമ്മൾ ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കേട്ടോ, യെസ്, ഫ്ലിപ്പായിട്ട് നമുക്ക് നമ്മുടെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം ഓണായിട്ട് വരും എന്നുള്ളതാണ്. ഇതേപോലെ നമ്മൾ പലപ്പോഴും റോൾസ് റോയ്സിൽ കണ്ടിട്ടുണ്ട്, വേറെയും ചില മോഡലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെയും അതേ ഒരു ഫീലിലാണ് നമുക്കിത് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി ഇവിടെ ഒരു ഗ്രീൻ കളർ കണ്ടില്ലേ, ഇത് ശരിക്കും ഇതിൻ്റെ ആംബിയൻ ലൈറ്റിങ് കേട്ടോ, നൈസ്. ഇനി ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് ഭാഗമുണ്ട്, ഡ്രൈവർക്ക് വേണമെങ്കിൽ മൊബൈൽ ഫോൺ, പേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാം. ഇനി ഈ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്ത് ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഇവിടെ സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ കണ്ടില്ലേ, ഇത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒന്നുകൂടി റൊട്ടേറ്റ് ആകും. അപ്പോൾ കണ്ടോ, ക്ലോക്കുകളാണ് ആക്റ്റീവായിട്ട് വരുന്നത്. ഇത് എനിക്ക് തോന്നുന്നു സൗത്ത് വെസ്റ്റ് ആ പരിപാടി. അപ്പോൾ അതിനകത്ത് ടെമ്പറേച്ചർ ഗേജ്, ഇത് നമ്മുടെ സാധാരണ ക്ലോക്ക് അല്ലേ, അങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ള 3 ക്ലോക്കുകളെയും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അത് സംഭവം രസമായിട്ടോ. 3 ഓപ്ഷനുകളുണ്ട്. ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം, ക്ലോക്ക്, പിന്നെ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ പിയാനോ ബ്ലാക്ക്. പക്ഷേ ഇത് എങ്ങനെ നിന്ന് തിരിയുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇത് തിരിയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഓക്കെ ഉണ്ടാ, അധികം പുറത്തേക്കൊന്നും വരുന്നില്ല, കൈമ അങ്ങനെ ചെറുതായിട്ട് തട്ടിപ്പോകുന്നു മാത്രമേ ഉള്ളൂ. അത് കൊള്ളാമല്ലോ, നല്ല ടെക്നോളജി അല്ലേ. എനിക്ക് തോന്നുന്നു കുറച്ച് ഉള്ളിലേക്ക് വലിഞ്ഞിട്ടാണ് ഇത് തിരിയുന്നത് തോന്നുന്നുണ്ട്. കൊള്ളാം. ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. മീഡിയ, ആപ്സ്, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പുതിയ വാഹനങ്ങളായതുകൊണ്ട് നമ്മൾ അധികം ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ സെറ്റിങ്സ് ഒന്നും പരിശോധിക്കാത്തത്, കാരണം ഇവർക്ക് സെയിൽ ചെയ്യാനുള്ള വണ്ടിയാണ്. നമുക്കൊരു അവസരം തന്നതുകൊണ്ട് ഇവരെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ്. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മറ്റ് കൺട്രോളുകൾ, അതായത് സ്ക്രീനിൻ്റെ കൺട്രോൾ, നാവിഗേഷൻ, സോഴ്സ്, മീഡിയ, അതെല്ലാം ഒരു ക്രോം ടച്ചാണ്. AC വെൻറ്റുകൾ ഒരു ക്രോം ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു സിൽവർ ടച്ചും ഇതിൻ്റെ ഭാഗത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബെൻലിയുടെ ഒരു ക്ലോക്ക്, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1919 എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. നമ്മളുടെ ട്രഡീഷണൽ ആ ഒരു റെട്രോ ലുക്കിലാണ് AC വെൻറ്റും ക്ലോസിങ്ങും ഒക്കെ കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ റോൾസ് റോയ്സിലും സെയിമാണ് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഭയങ്കര രസമാണ് ഇവരുടെ ഈ ഒരു ട്രാൻസ്മിഷൻ, കാരണം ഭയങ്കര ഹാൻഡിയാണ്. നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു ഫീലിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വളരെ കുറഞ്ഞ ഗിയർ നോബുകളിലൊന്നാണ് ബെൻലിയുടേതെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഇത് പിടിക്കുന്ന സമയത്ത് തന്നെ ഒരു പ്രീമിയം ഫീലാണ്, നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ഷിഫ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്നത്. പാർക്ക് ബട്ടൺ ഇവിടെ കാണാം. ഒരു ക്രോം ആയതുകൊണ്ടും അതുപോലെ തന്നെ ആ ഒരു ലെതർ വന്നുകൊണ്ടും ഒക്കെ ഇത് നമ്മൾ കൈകൊണ്ട് തൊടുന്ന സമയത്ത് ഭയങ്കര ഫീലാണ്. AC വെൻറ്റിൻ്റെ കൺട്രോൾ ഇവിടെ കാണാം. ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളാണ്, അതുകൊണ്ട് 2 ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് ഹീറ്റബിൾ ആണ് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ ഹീറ്റ് ചെയ്തിട്ട്, അതായത് ഇപ്പം പ്രത്യേകിച്ച് തണുപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. തണുപ്പ് കൂടുന്ന സമയത്ത് ചൂടാവേണ്ടതാണ് യൂറോപ്യൻ സ്പെക്കിലൊക്കെ വരുന്ന സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെഡ് റെസ്റ്റ് ഹീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സീറ്റ് വെൻറ്റിലേഷൻ്റെ ബട്ടൺസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. മാക്സിമം, റിയർ തുടങ്ങിയിട്ടുള്ള ഓപ്ഷൻസ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഹസാർഡ് ലാമ്പിൻ്റെ ബട്ടൺ, അതുപോലെ തന്നെ പാർക്ക് ബ്രേക്ക് തുടങ്ങിയിട്ടുള്ള കാര്യം കാണാം. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഒരു റോട്ടറി സ്വിച്ചിലാണ് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് ഡ്രൈവ് മോഡുകളും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്പോർട്ട്, കസ്റ്റം, കംഫർട്ട് എന്ന് പറഞ്ഞിട്ട് 3 ഡ്രൈവ് മോഡുകളുണ്ട്. റൂഫ് ടോപ്പ് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും ബട്ടൺ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കാണിക്കാം. അതിന് മുന്നേ താഴെ 2 കപ്പ് ഹോൾഡറുകളുണ്ട്. ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആംബ്രസ്റ്റ് ഓപ്പൺ ആക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല, പറ്റുന്നില്ല തോന്നുന്നു. യെസ്, പറ്റില്ല. അങ്ങനെ കൊടുത്തില്ല. ഇവിടെ ഗ്ലോ ബോക്സ്, അതിനകത്ത് മെമ്മറി ഫങ്ഷൻസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡീസൻറ്റ് ഗ്ലോ ബോക്സ് ആണ്. സോഫ്റ്റ് ക്ലോസിങ് ഇതോടുകൂടി വന്നിട്ടുള്ളതാണ്. ഹൃദയഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 4 ലിറ്റർ V8 എഞ്ചിനാണ് ഈ വാഹനത്തിൻ്റെ കരുത്ത്. 670 ഹോഴ്സ് പവറും 900 Nm ടോർക്കുമാണ് ഇത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എഞ്ചിൻ പാക്കിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് ബെൻലിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഭയങ്കര അല്ലേ, വൃത്തിക്ക് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബർസറീസിനേക്കാളും ഒക്കെ ഭംഗിയിലാണ് ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു പ്ലാസ്റ്റിക് എലമെൻ്റ്. ഇവിടെ കുറച്ച് പ്ലാസ്റ്റിക് ഉണ്ട് കേട്ടോ, ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്. ഇൻറ്റീരിയറിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും കണ്ടോ, എല്ലാ ഭാഗങ്ങളും ഒരു പ്ലാസ്റ്റിക് ഇത് വെച്ചിട്ട് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. യെസ്, ഇൻസ്റ്റലേഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് കൊടുക്കണം. 3.7 സെക്കൻഡ് കൊണ്ട് 0 to 100 ടച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പെർഫോമൻസ് സൈഡ്. ബാക്കി കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് ഡ്രൈവ് ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നിലവിലത്തെ അവസ്ഥയിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതാണ് ബെൻലി കോണ്ടിനെൻ്റൽ GT എന്ന് പറയുന്ന മോഡലിൻ്റെ കൺവേർട്ടബിൾ മോഡൽ. അതിനെക്കുറിച്ചാണ് ഇത്ര നേരം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനകത്തുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയും കൂടി നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.